അതായത് ഞാനൊരു ലേഡിയാണ്, ഞാൻ ഇവിടെ ദുബായിൽ ഞാൻ വർക്ക് എടുക്കുന്ന ഒരു ലേഡിയാണ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പം ഈ ഒരു വർഷമായിട്ട് മുഖത്തെ ഉണ്ടല്ലേ, ഒരു വർഷമായിട്ട് എന്തോ കസ്റ്റമർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതെന്തുകൊണ്ടായിരിക്കാം? വന്നാലും ഇപ്പം മൈരി എനിക്കയ്യ, ആ നാളെ വാ അല്ലെങ്കിൽ മറ്റന്നാൾ വാ. അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? എനിക്കതിനൊന്ന് പശുവിനോട് പറഞ്ഞു, അശ്വീച്ചനോട് പറഞ്ഞു, വിജി വർക്ക് കുഴപ്പമില്ല എന്ന് വർക്ക് എടുക്കുന്നു. എനിക്ക് വന്നു കഴിച്ചു, എനിക്ക് പറ്റും നിന്ന് എടുക്കാൻ. ആദ്യത്തെ ബിജി അല്ലേ, ആദ്യത്തെ ബിജി കസ്റ്റമർ വന്ന് ചേട്ടാ വാന്ന് പറയും. ഇനിയിപ്പോൾ എനിക്ക് എന്താ എടുക്കാൻ തോന്നുന്നത്, എൻ്റെ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ ഇതാക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതെന്തുകൊണ്ടായിരിക്കും? എന്നാലും പിന്നെ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ ഞാൻ എടുക്കും. അശ്വതി ചേച്ചിയായാലും മോയാണെങ്കിലും പറയും എടുക്ക് കാശ് വേണ്ട. പിന്നെ മയില് എന്നാലും അവർ പറയുന്നുണ്ടല്ലോ നീ നല്ല കുട്ടിയാണ്, വെടിയെന്ന് വിളിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ ഓക്കെ ഞാൻ എടുത്തേക്കാം, എന്നാൽ ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ എടുക്കും. അതെന്തുകൊണ്ടായിരിക്കും ഗോവിന്ദൻകുട്ടി? അതെന്തുകൊണ്ടായിരിക്കും മൈന? ആശുപത്രി ചേച്ചിക്ക് അറിയാം നമുക്കും സ്ട്രോങ് ആവണം, നമ്മുടെ ലക്ഷ്യം അതാണ് വേണ്ടത്. എന്നോട് പറഞ്ഞു ആശുപത്രി സ്ട്രോങ് ആവണം, നീ എടുക്കാതിരിക്കല്ലേ, വർക്ക് എടുക്ക് എന്ന്. അയാളുടെ പ്രായത്തിൻ്റെ അല്ല, ഓക്കെ, അതെനിക്കറിയാം എന്തുകൊണ്ടാണ്. അത് ആശുപത്രിക്ക് അറിയാം ഞാൻ എന്തുകൊണ്ടാണ് വർക്ക് എടുക്കാത്തതെന്ന്. ഓക്കെ, എന്താ ജമ്മു എന്താ പറയണം മൈനു? അതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഉഴപ്പുന്നതെന്നും ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റമർ എടുക്കാത്തത് അശ്വതി ചേച്ചിക്കും അറിയാം. ഞാൻ അശ്വതി പറഞ്ഞില്ല ഞാൻ എന്തുകൊണ്ട് ഉഴപ്പുന്നതെന്ന്. നല്ല അശ്വതി ചേച്ചി, ഞാൻ മനഃപൂർവ്വം എടുക്കരുത്, എന്നാലും അശ്വതി ചീത്ത പറഞ്ഞു. ചേച്ചിയും പറഞ്ഞു, ചേച്ചിയുടെ ഭർത്താവും പറഞ്ഞു അതൊന്നും ആലോചിക്കണ്ട, വർക്ക് എടുക്കുന്നു. എടുക്കണം, നമ്മൾ പെട്ടുപോയില്ല, എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എടുത്തല്ലേ പറ്റൂ. മെൻസസ് എനിക്കെന്താ എല്ലാ ദിവസവും ലീക്കിങ്ങോ? ഒന്ന് പോണേ, അതൊന്നുമല്ല, അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തെടുക്കാതെന്ന്. ബട്ടറൂന് പറയാൻ പറ്റുമോ? അതാണെന്ന് വെച്ചാൽ യെസ്, അതുകൊണ്ടാണ് ബട്ടർ. എനിക്ക് എന്തോ ഒരു മടിപ്പ്, സത്യം ബട്ടറും അതാണ്. ഞാൻ അശ്വതി പറഞ്ഞിന്, അതുകൊണ്ട് എനിക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പം അശ്വതിന് ചീത്ത പറഞ്ഞു, അതാണ് സത്യം. അതുകൊണ്ടാണ് എനിക്ക് കസ്റ്റമറായിട്ട് ഒരു ഇത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായോ? എന്നാലും കുഴപ്പമില്ല, അശ്വതിയും നമ്മുടെ ചെക്കന്മാരൊക്കെ വഴക്ക് പറഞ്ഞു, അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അയാളും പറയും പിന്നെ ഇതെന്താ എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ, അറിയില്ല. റിപ്ലൈ ഇല്ലയോ? അതാണ് ഭയങ്കര ഉഴപ്പെന്നെ, ഭയങ്കര ഉഴപ്പായിപ്പം. പഴയ വിജയിച്ചൊന്നുമല്ലോ, പഴയ വിജയിച്ചാൽ നിങ്ങൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമോ? എനിക്കതൊന്നും അറിയില്ല. ശരീരം മറ്റുള്ള പുരുഷന്മാർ തുടർന്ന് ഇപ്പം അലർജിയാ. അറിയില്ല എന്താന്ന്. സത്യമാണ് മൈന. നമ്മളൊരാളെ ഒരു ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഇതാക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പുരുഷൻ്റെ മുന്നിൽ ഡ്രസ്സ് ഊരി കൊടുക്കാൻ തോന്നുമോ? എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ മാനേജ് ചെയ്ത് വർക്ക് എടുക്കും, നമ്മുടെ കാര്യങ്ങൾ ഓടണ്ടേ വേണ്ടേ. നാശപരിചിനെ കുറേ ചീത്ത പറഞ്ഞു ചേച്ചിയുടെ ഭർത്താവ്, നീ ഭയങ്കര ഉഴപ്പം വർക്ക് എടുക്കണമെന്ന്. അതുകൊണ്ട് നാളെ തൊട്ട് കസ്റ്റമർ എടുക്കണം. പിന്നെ അവന് കുഴപ്പമില്ല, ഞാൻ എടുക്കുന്നുണ്ട്, മനസ്സിലാവും, പുള്ളിക്ക് കുഴപ്പമില്ല. നാളെ ഇവിടെ ലൈവ് കാണുന്നുണ്ട്. യെസ്, ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആൾക്കറിയാലോ, എന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വർക്ക് എടുത്തോ, നിങ്ങൾ കുഴപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുടെ സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ആൾക്ക് വലിയ കുഴപ്പമില്ല, ആൾക്കറിയാം.
എന്നാലും നാളെ ഒരു സ്റ്റാർട്ടാക്കണം. അവൻ മലയാളിയാണ്. അല്ല എരപ്പാളി പോടമയിലേ, ഹിന്ദിക്കാരനാ. മലയാളിയാണെന്ന് വെച്ചാൽ മലയാളിയാണ്. ഓക്കെ, പേടിക്കണ്ട.